AMM എന്ന സംഘടന തിരിച്ച് ദിലീപിന്റെ കൈകളിലേക്ക് എത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന ചില അജണ്ട അതിന്റെ ഭാഗമായിട്ട് ഇനി പാവയാകുവാൻ താല്പര്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശ്വേത മേനൻ കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിയിൽ നിന്നും രാജിവെച്ച് പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് പറയുന്നത് ഈ തരത്തിലാണ്. ഇങ്ങനെയല്ല ശ്വേത മേനൻ പറഞ്ഞത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. അതായത് മുൻപുണ്ടായിരുന്ന സ്ത്രീകൾ പറഞ്ഞതുപോലെ കുറ്റാരോപിതരായ ആളുകളുടെ കയ്യിലേക്ക് സംഘടനയെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന അജണ്ടയാണ്. അതിലൊരു പാവയാകുവാൻ പപ്പറ്റാകുവാൻ ശ്വേതയ്ക്ക് താല്പര്യമില്ല എന്നാണ് സംസാരിച്ചത്. എന്നാൽ ശ്വേത ഈ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. ശ്വേത അപ്പോൾ രാജിവെക്കേണ്ടി വന്നത്, അതായത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മെമ്പർഷിപ്പ് തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നതോ ദിലീപിന്റെ ചരടുവലികൾ പുറകിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൊണ്ടല്ല. അതായത് അതിൻ്റെതായ ഒരു റീസൺ AMM ജനറൽ ബോഡിയിൽ ഞായറാഴ്ച സംഭവിച്ചതുകൊണ്ടാണ്. ആ സംഭവം എന്താണെന്നും അൻസിബ ഹസൻ 22 മിനിറ്റ് നീളുന്ന സമയത്തിൽ സംസാരിച്ചു എന്ന് പറയുന്ന വിഷയങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതും വിശദമായ കാര്യങ്ങൾ നോക്കാം. ഇനി കാര്യങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. മോഹൻലാൽ രാജിവെച്ചതിന് ശേഷം താൽക്കാലികമായ ഒരു ഭരണ സംവിധാനം അഥവാ അഡ്ഹോക് കമ്മിറ്റി അവിടെ നിലവിൽ വരികയാണ്. അവിടെ സിദ്ദിഖും ബാബുരാജും ഒക്കെ ഉൾപ്പെടുന്ന അഡ്ഹോക് കമ്മിറ്റിയാണ് വരുന്നത്. അടുത്ത ഇലക്ഷൻ നടന്നതിന് ശേഷം പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന വരെയുള്ള കാലഘട്ടത്തിൽ, കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ശ്വേതയും 17 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ചുമതലയേൽക്കുന്നത്. AMM എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സംഘടനയാണ്. ഇതിൽ വലിയ സ്റ്റാർഡം ഉള്ള, ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഉള്ളവർ തുടങ്ങി ഇപ്പോൾ യാതൊരുവിധ അവസരങ്ങളും ഇല്ലാത്ത രോഗികളായിട്ടുള്ള വൃദ്ധജനങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതാണ് AMM എന്ന് പറയുന്ന സംഘടന. അതുകൊണ്ട് തന്നെ ഈ സംഘടനയിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ സംഘടനയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി എല്ലാവർക്കും എല്ലാ മാസവും 5000 രൂപ എന്നുള്ള ഒരു പെൻഷൻ തുക കൊടുക്കുന്നുണ്ട് വൃദ്ധജനങ്ങൾക്ക്. അതോടൊപ്പം ചികിത്സാ സഹായങ്ങൾ, ചികിത്സാ ക്യാമ്പുകൾ, അതുമാത്രമല്ല ഓണം, വിഷു, ക്രിസ്മസ് തുടങ്ങിയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഓണക്കിറ്റ്, ക്രിസ്മസിന്റെ കിറ്റ്, എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അത് മാത്രമല്ല, ഒരു വർഷ കാലയളവിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവരെ നയിക്കുന്നു. ആ വർഷത്തെ പ്രവർത്തനങ്ങൾ, അതായത് മെയിനായിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളെയൊക്കെ, വലിയ രീതിയിലുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടല്ലേ. ഈ മാസം തോറുമുള്ള പെൻഷനും ചികിത്സാ സഹായവും ഒക്കെ ഉൾപ്പെടുമ്പോൾ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കണക്കുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സ്പേസ് ആണ് ഈ ജനറൽ ബോഡി എന്ന് പറയുന്നത്. എല്ലാ വർഷവും നടക്കുന്ന ജനറൽ ബോഡിയിൽ കൃത്യമായിട്ട് തന്നെ ഇവരെ കണക്കുകളൊക്കെ പ്രസന്റ് ചെയ്യുന്നു. ഈ കണക്കുകൾ അംഗങ്ങളെ ബോധിപ്പിക്കുന്നു, അവരിത് അക്സെപ്റ്റ് ചെയ്യുന്നു. കൈയടിച്ച് എല്ലാവരും അതിനെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം തുടർന്ന് ഈ റിപ്പോർട്ടുകളൊക്കെ കോർപ്പറേഷനിലൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന മറ്റ് നിയമ നടപടികളൊക്കെ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. അൻസിബ ECയിലേക്ക് വരുമ്പോൾ തൊട്ടല്ല ഈ സ്റ്റോറി തുടങ്ങുന്നത്. ശ്രീ മോഹൻലാൽ രാജിവെച്ചതിന് ശേഷം ബാബുരാജും സിദ്ദിഖും ഉൾപ്പെടുന്ന ആളുകൾ അവരൊരു പുതിയ പദ്ധതിക്ക് വേണ്ടിയിട്ട് ആലോചന കൊണ്ടുവരികയാണ്. സഞ്ജീവനി എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആ പദ്ധതി എന്ന് പറയുമ്പോൾ അവിടെയുള്ള വൃദ്ധജനങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസും അല്ലാത്ത മാരകമായ അസുഖങ്ങളൊക്കെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. മാസം നല്ലൊരു തുക മെഡിസിനും മറ്റുമായിട്ട് അവർ മാറ്റിവെക്കുന്ന ആളുകളും കൂടിയാണ്. അപ്പോൾ അവർക്കൊരു സഹായം എന്നുള്ള രീതിയിൽ എല്ലാ മാസത്തെയും മെഡിസിൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ സഞ്ജീവനി പദ്ധതി. ആർക്കെങ്കിലും അസുഖങ്ങളോ മറ്റോ വന്നു കഴിഞ്ഞാൽ ചികിത്സാ സഹായമായിട്ടും ചികിത്സാ ക്യാമ്പയിൻസും ഒക്കെ നടത്തി അവരെ അവിടേക്ക് എത്തിക്കുക. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ അതിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ സഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഇതിലേക്ക് മെഡിസിൻസ് കൊണ്ടുവരണം. മെഡിസിൻസ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് മെഡിസിൻസ് കളക്ട് ചെയ്യുന്നത് വലിയ രീതിയിൽ സാമ്പത്തിക ചിലവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് മെഡിസിൻസ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അപ്പോൾ AMMയിലെ തന്നെ ഒരു മെമ്പറായ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, ഒരു കൊട്ടേഷൻ സ്വീകരിക്കുന്നു. പുറത്തു നിന്നുമുള്ള കമ്പനികളിൽ നിന്നും കൊട്ടേഷൻ സ്വീകരിക്കുകയാണ്. എന്നാൽ അതിൽ ഏറ്റവും കുറവ് വിലയിൽ AMMയിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യാൻ തയ്യാറായത് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കമ്പനി ആയതുകൊണ്ട് തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ട് അവിടെ നിന്ന് കൃത്യമായ മരുന്നുകൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ മരുന്നുകളൊക്കെ ആളുകളിലേക്ക് എത്തിക്കണം അല്ലേ. ഈ അമ്മമാർക്ക്, അച്ഛന്മാർക്കും ഒക്കെ കൃത്യമായിട്ട് സപ്ലൈ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റി നോക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ അൻസിബ ഹസനെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ മുതലാണ് അൻസിബ ഹസൻ സ്റ്റാർ ആവുന്നത്, അതായത് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായി മാറുന്നത്. അൻസിബ ഹസൻ ഈ റെസ്പോൺസിബിലിറ്റി വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യുന്നു. എല്ലാവരും കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നു. അവരുടെ അങ്കലാപ്പുകളൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്തൊക്കെ അൻസിബ അവൈലബിൾ ആണ്. മെഡിസിൻ കൊടുക്കുക എന്നതിനെക്കാട്ടിലും ഉപരി അല്ലെ, ഒരു രോഗിക്ക് എപ്പോഴും മാനസികമായ ചില പരിഗണനകളൊക്കെ വേണം. അവിടെയൊക്കെ അൻസിബ പ്രസന്റ് ആണ്. അൻസിബ അവരോടൊപ്പം തന്നെയുണ്ട്. കൃത്യമായിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലൊക്കെ താമസിക്കുന്ന അമ്മമാരുണ്ട്. അവർക്ക് ആ ഒരു മാസത്തെ മരുന്ന് തീരുന്നതിന് മുമ്പ് അടുത്ത മരുന്ന് എത്തിക്കുക എന്ന് പറയുമ്പോൾ അത് പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ അയച്ചു കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അൻസിബ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഇടയിൽ നല്ലൊരു ഇഷ്ടം അൻസിബയോട് ഉണ്ടാവുകയാണ്. ഈ ഒരു അമ്മ സംഘടന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രായമായ ആളുകളൊക്കെ തന്നെയാണ് കേട്ടോ. അവിടെ ഒരു വലിയ ഭൂരിപക്ഷം ഈ പറഞ്ഞ പ്രായമായ ആളുകളൊക്കെ തന്നെയാണ്. അങ്ങനെ നാളുകൾ കഴിഞ്ഞു പോവുകയാണ്. അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞു. പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി
ഭരണത്തിലേക്ക് വരേണ്ട സമയമാകുന്നു, ഇലക്ഷൻ വരുന്നു. അപ്പോൾ അൻസിബ സ്വാഭാവികമായിട്ടും ഇലക്ഷന് നിൽക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. ഇലക്ഷന് നിൽക്കാനുള്ള താല്പര്യം എന്ന് പറയുമ്പോൾ അമ്മയുടെ ബൈലോ പ്രകാരം 4 പേര് 17 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 4 പേര് സ്ത്രീകളായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ബാക്കിയുള്ളത് സ്ത്രീകളോ പുരുഷന്മാരോ ആർക്ക് വേണമെങ്കിലും ആകാം. അപ്പോൾ അൻസിബ കോമൺ ആയിട്ടുള്ള സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാണ്, പല സീറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജോയിന്റ് സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അൻസിബയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 12ഓളം പേര് നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇലക്ഷന് വോട്ട് ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ 12 പേരും അൻസിബയ്ക്ക് എതിരായി നിൽക്കുന്നവർ ഈ അമ്മമാരെ അച്ഛന്മാരെയൊക്കെ വിളിക്കുമ്പോൾ അവർ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു, അൻസിബ ഹസൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അൻസിബയ്ക്ക് മാത്രമേ വോട്ട് കൊടുക്കുള്ളൂ. കാരണം അൻസിബ സഞ്ജീവനി നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അൻസിബയ്ക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ അൻസിബയ്ക്ക് മാത്രമേ വോട്ട് കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഈ കൊടുത്ത നോമിനേഷൻ പിൻവലിക്കുകയാണ്. അങ്ങനെ എതിരില്ലാതെ അൻസിബ ഹസൻ തിരഞ്ഞെടുക്കുകയാണ് അമ്മയിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട്. അപ്പൊ അൻസിബ ഹസൻ എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജയിക്കുകയോ, ഇത്രയും കാലമായിട്ട് ഇവിടെ നിൽക്കുന്ന സ്വന്തമായിട്ട് സ്റ്റാർഡം ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്ന കുറെ ആളുകളിൽ വല്ലാത്ത രീതിയിലുള്ള അതൃപ്തി വരുവാണ്. അൻസിബ ഹസനെ പോലെയുള്ള ചെറിയ ആക്ട്രസ് അവരുടെ കണ്ണിലുള്ള കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെയുള്ളവരൊക്കെ ഇപ്പൊ തന്നെ ഈസിലേക്ക് കയറുകയോ അതും ഈ പറയുന്ന എതിരില്ലാതെ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തീരെ താല്പര്യമില്ല. ഇലക്ഷൻ സമയത്ത് തന്നെ ഇതിനുള്ള വിയോജിപ്പ് പലരും കാണിച്ചിരുന്നു. ശ്വേത മേനോന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ PR വർക്ക്സ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഒരുപാട് രീതിയിൽ ശ്വേത വന്നാൽ ശരിയാവില്ലെന്നും ശരിയാകുമെന്നൊക്കെ പറയുന്ന പക്ഷങ്ങൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അനൂപ് ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാബുരാജ് പറയുന്നത് കേൾക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഈ അൻസിബ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബാബുരാജ് നിലനിൽക്കുന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള സഞ്ജീവനി പദ്ധതിയിലേക്ക് അൻസിബ ഹസനെ കൊണ്ടുവന്നതുകൊണ്ടാണ് അൻസിബ ഹസൻ ഈ പറയുന്ന ജനപ്രീതിയൊക്കെ അവരുടെ ഇടയിൽ നേടിയെടുക്കാൻ കഴിയുന്നത്. അപ്പം ഈ സഞ്ജീവനി പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ അൻസിബ സൈഡ് ക്യാരക്ടറായി പോയനെ. അപ്പോൾ അതിന്റെ വിദ്വേഷത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഭരണത്തിലേക്ക് വരികയാണ്, പുതിയ EC ചുമതലയേറ്റ് കഴിഞ്ഞു. ഈ സാഹചര്യം തൊട്ടാണ് അൻസിബയോട്, അതായത് അൻസിബയ്ക്ക് ഈ പറയുന്ന ജനപ്രീതി ഉണ്ടായതിൽ ഇഷ്ടമില്ലാത്തവരും മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ടുള്ള മറ്റുള്ള നടന്മാരും നടിമാരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തേക്ക് വന്ന് തുടങ്ങുന്നത്. അവർ ആദ്യം തന്നെ ചെയ്തത് സഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതിയിൽ നിന്നും അൻസിബ ഹസനെ എടുത്തു മാറ്റുകയാണ് ചെയ്തത്. കാരണം സഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് അൻസിബ ഹസൻ ഇത്രയും ഏറെ ആളുകളുടെ ഇഷ്ടം നേടാൻ പറ്റിയത്. അതുകൊണ്ട് ഇനി അൻസിബ ഹസൻ ഈ പറയുന്ന സഞ്ജീവനി പദ്ധതിയുടെ ഭാഗമാകണ്ട എന്ന് കുറച്ച് പേർ തീരുമാനിക്കുകയാണ്. ഇങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോൾ ഒരു ഈസിയൊക്കെ കൂടി ആളുകളെയൊക്കെ അറിയിക്കുന്ന ഒരു ചട്ടക്കൂടൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും അവർ പാലിച്ചില്ല. അൻസിബ ഹസനെ അവർ തന്നെ എടുത്തു മാറ്റുന്നു, പകരം 2 പേരെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അൻസിബ ഇതിനോട് വലിയ രീതിയിൽ എതിർത്തില്ല, കാരണം ECയുടെ തീരുമാനമാണല്ലോ. അപ്പം അൻസിബ പറയാണ്, ഞാൻ എന്നാൽ ഈ അമ്മയും അച്ഛന്മാരും ഒക്കെ മെഡിസിൻസ് കറക്റ്റായിട്ട് കിട്ടുന്നതിനെ പറ്റി അറിയിപ്പുകളും മറ്റുമൊക്കെ കൊടുക്കുന്ന ഗ്രൂപ്പുകൾ, ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിലൂടെയാണ് അൻസിബ ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഞാനൊരു മെസ്സേജ് ഇടട്ടെ, ഞാൻ ഇതുപോലെ ചുമതലയിൽ നിന്ന് മാറുകയാണ്, പുതിയ 2 ആളുകൾ വരുന്നുണ്ട് എന്ന് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശ്വേത മേനൻ അടങ്ങുന്ന ഈ കുറച്ച് ഗ്രൂപ്പുകൾ അൻസിബ ഹസനോട് അങ്ങനെ മെസ്സേജ് ഇടണ്ട, ആരോടും ഒന്നും സംസാരിക്കണം, ജസ്റ്റ് മാറി നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അൻസിബ ഹസൻ ഇതിൽ പേഴ്സണലി എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളൊരു മനുഷ്യ സഹജമായിട്ടുള്ള ചില ചിന്തകളൊക്കെ വരുമല്ലോ. അപ്പോൾ അൻസിബയ്ക്ക് വിഷമമാവുന്നുണ്ട്, ഡൗട്ട് ആവുന്നുണ്ട്, എന്തിനാണ് ഇവരിങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അൻസിബ ഇവർ പറഞ്ഞനുസരിച്ച് 2 ആഴ്ചയോളം മാറി നിന്നു. അപ്പോഴും ഇവർ തന്നെയാണ്, അതായത് അൻസിബ തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന രീതിയിൽ അമ്മയും ഈ പ്രായമായ അച്ഛന്മാരും ഒക്കെ ഇരിക്കുമല്ലേ. അപ്പോൾ അൻസിബ 2 ആഴ്ചയ്ക്ക് ശേഷം ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് പറഞ്ഞു ഞാൻ മാറിയെന്ന്. അപ്പോൾ ഒരുപാട് പേര് വിഷമം അറിയിച്ചു, അയ്യോ മാറണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അൻസിബ പറഞ്ഞു പുതിയ ആളുകൾ നന്നായിട്ട് നോക്കും എന്നൊക്കെ. അൻസിബ കറക്റ്റായിട്ട് അൻസിബയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൈമാറി പുതിയ ആളുകൾക്ക്, അതായത് നേരത്തെ മരുന്ന് അയക്കണം, ഓരോളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ കൈമാറി അൻസിബ ആ സ്ഥാനത്ത് നിന്ന് മാറുകയാണ്. പിന്നീട് അൻസിബയ്ക്ക് മെമ്പേഴ്സിനോട് സംസാരിക്കാനുള്ള ഒരു ചാനൽ ഇവർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയ്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കുറഞ്ഞ തുകയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കമ്പനി ഇവർക്ക് മെഡിസിൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. അടുത്തതായിട്ട് ഇവർ ചെയ്തത് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കമ്പനിയിൽ നിന്നുള്ള മെഡിസിൻ വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ആ കരാർ അവർ അവസാനിപ്പിച്ചു. ഈ കരാറൊക്കെ അവസാനിപ്പിക്കുമ്പോൾ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ വിളിച്ച് ഇതിനെപ്പറ്റിയുള്ള കുറച്ച് പ്രോപ്പർ ചാനൽ വഴിയാണല്ലോ തീരുമാനങ്ങൾ അറിയിക്കേണ്ടവരുണ്ടല്ലേ. ഇങ്ങനെയൊന്നും ചെയ്തില്ല. ഇവർ തീരുമാനിച്ച് ഇവരുടെ ഫേവറേറ്റ് താല്പര്യങ്ങളുള്ള കക്ഷികളോ അങ്ങനെ പുറത്തുനിന്നുള്ള കമ്പനികളിൽ നിന്നും ഇവർ മെഡിസിൻസ് എടുക്കാൻ തുടങ്ങി. അതിൻ്റെ ഇവരിൽ നല്ല രീതിയിൽ സാമ്പത്തികം തിരിമറികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഇവർ ചെലവഴിച്ചിട്ടുള്ള കണക്കുകളൊന്നും ഇതുവരെ ഈ ഒരു രീതിയിലുള്ള സംഘടനയിലുള്ള ആരോടും ഇവർ ബോധിപ്പിച്ചിട്ടില്ല. ഇവർ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയുള്ളൂ. ഇതൊന്നും പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക പോലും ഇവർ ചെയ്തില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഏത് കമ്പനിയിൽ നിന്നും എങ്ങനെയാണ് എന്തുകൊണ്ടാണ് തീരുമാനം മാറ്റുന്നത് ഇതിനെപ്പറ്റി ഒന്നും ആർക്കും ഒരു അറിവ് ഇവർ കൊടുത്തില്ല. സാധാരണ ഈസിയിൽ കൂടിയെടുക്കുന്ന തീരുമാനങ്ങൾ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഇടവേള ബാബുവിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ കൃത്യമായിട്ട് മെയിൽ വഴിയും കത്ത് വഴിയൊക്കെ ആളുകളെ അറിയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സംഘടനയിലുള്ള എല്ലാവരും എന്താണ് ഇപ്പോൾ നടക്കുന്നത്, എന്താണ് തീരുമാനം എന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പക്ഷേ ഈ ഒരു കമ്മിറ്റി വന്നതിന് ശേഷം മെമ്പേഴ്സിനൊന്നും എന്താണ് നടക്കുന്നത്, എന്താണ് മേലിലുള്ള തീരുമാനങ്ങൾ, ഇതിനെപ്പറ്റിയൊന്നും ഒരു അറിവ് ലഭിക്കുന്നില്ല. അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവും ഇവരുടെ ഭാഗത്തുനിന്ന് എടുക്കുന്നില്ല. പിന്നീട് കാര്യങ്ങൾ വഷളായി തുടങ്ങുന്നത് ഫസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുകയാണ്. ഈ കമ്മിറ്റി നടക്കുന്ന ദിവസം പുറത്തു നിന്നുള്ള വലിയ പ്രീമിയം ആയിട്ടുള്ള ഒരു കാറ്ററിംഗ് കമ്പനിക്കാണ് ഇവർ ലഞ്ച് നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതായത് നല്ലൊരു തുക ചെലവഴിച്ചുകൊണ്ടാണ് ഇവർ ഈ കാറ്ററിംഗ് കമ്പനിക്ക് ഓർഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അൻസിബ ചോദിക്കുകയാണ്, എന്തിനാണ് ഇത്രയും വലിയ തുക ഇതിനു വേണ്ടി ചെലവാക്കുന്നത്? ഇത്രയും വലിയ പ്രീമിയം ആയിട്ടുള്ള കാറ്ററിംഗ് കമ്പനി കൊടുക്കുമ്പോൾ നല്ലൊരു പൈസ അവിടെ ചെലവാക്കിയിട്ടുണ്ടാവും, അതിൻ്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കേണ്ട പൈസയല്ലേ? ഇങ്ങനെ ഒരു ഈസിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും പൈസ ചെലവാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ അൻസിബയെ കളിയാക്കുകയാണ് ചെയ്തത്. അൻസിബ പറഞ്ഞ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ അൻസിബ ഉന്നയിക്കുന്ന വിഷയങ്ങളെയൊക്കെ ഇവർക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഇവർ അൻസിബയോട് ഷൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ അല്ല, അൻസിബയെ വെറുതെ അങ്ങ് പരിഹസിച്ച് വിടും. അതായത് ഒരാളുടെ ആത്മാഭിമാനമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവരെ ഒന്ന് കളിയാക്കി വിടുക എന്നുള്ളതാണ് ആ ഗ്രൂപ്പിലുള്ള മറ്റ് മെമ്പേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അൻസിബയ്ക്ക് ഈ ഫുഡിൻ്റെ കാര്യം ചോദ്യം ചെയ്തപ്പോൾ അൻസിബനെ ഇൻസൾട്ട് ചെയ്തതുകൊണ്ട് തന്നെ അൻസിബ ഫുഡ് കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു, താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ AMMA എന്ന് പറയുന്ന സംഘടനയുടെ വലിയൊരു ബിൽഡിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട് ന്യൂസിലും മറ്റും. അപ്പോൾ അതിൽ മേളിലും താഴെയും ഒക്കെ നിലകളുണ്ട്, റൂമുകളുണ്ട്, അവിടെ ക്യാബിനുകളുണ്ട്. അതായത് ഈ ഈസിയിലുള്ള ഓരോ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കും അവർക്കായി കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ക്യാബിനുകളുണ്ട്. അപ്പോൾ താഴത്തെ നിലയിൽ മാനേജറിനും ജോയിന്റ് സെക്രട്ടറിക്കും ഇരിക്കാനുള്ള ക്യാബിനാണ്. അൻസിബയാണല്ലോ ജോയിന്റ് സെക്രട്ടറി. അപ്പോൾ ജോയിന്റ് സെക്രട്ടറിക്ക് വേണ്ടിയുള്ള ക്യാബിനുണ്ട്. അൻസിബ അപ്പോൾ മോളിൽ നിന്ന് ഇറങ്ങി താഴെ അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് വരുമ്പോഴേക്കും അത് ലോക്ക് ചെയ്തിരിക്കുന്നതാണ് അൻസിബ കണ്ടത്. യാദൃശ്ചികമായി തോന്നി. അൻസിബ അതിനെപ്പറ്റി ചോദിച്ചില്ല. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അൻസിബ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം അൻസിബ ഈ ക്യാബിനിലേക്ക് വരുമ്പോൾ, കാരണം ഇവരുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നവർ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അവർ പലപ്പോഴും ഈ ഓഫീസിൽ വരേണ്ട ആവശ്യമുണ്ട്, അവരവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അതായത് പിറ്റേ ദിവസം അൻസിബ ഹസൻ വരുമ്പോൾ ജോയിന്റ് സെക്രട്ടറിക്ക് ഇരിക്കാനുള്ള ക്യാബിൻ അവിടെ ഇല്ല. ആ ക്യാബിനിലെ പേര് വെട്ടി മാറ്റി ട്രഷറർ എന്നാക്കിയിട്ട് അവിടെ ട്രഷറിന് ഇരിക്കാനുള്ള അലോക്കേറ്റഡ് ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അൻസിബയ്ക്ക് അത് പേഴ്സണലി ഫീൽ ചെയ്ത്, അതായത് അൻസിബ ജോയിന്റ് സെക്രട്ടറി ആയതുകൊണ്ട് അൻസിബയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്യാബിനൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ക്യാബിനിൽ ഇരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു കഴിവോ ഒന്നും ഉള്ള ആളല്ല അൻസിബ ഹസൻ എന്നായിരിക്കാം ഈസിയിലുള്ള ആളുകൾക്ക് തോന്നിയത്. ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ അൻസിബയ്ക്ക് അത് പേഴ്സണലി വലിയ രീതിയിൽ വിഷമം ഉണ്ടാക്കിയാണ്. തുടർന്നുള്ള ഈസിയിലൊക്കെ ഓരോ കാര്യങ്ങൾ അൻസിബ ഉന്നയിക്കുന്ന സമയത്ത് അൻസിബയെ കടന്ന് സംസാരിക്കുക, കളിയാക്കി സംസാരിക്കുക, പറയുന്ന കാര്യത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. അൻസിബ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ അൻസിബ ഇങ്ങനെ സംസാരിച്ചതിനെ ഇമിറ്റേറ്റ് ചെയ്തും കളിയാക്കിയും മതപരമായും ഒക്കെ അൻസിബയെ വിമർശിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. അപ്പം ആ ഒരു പാനലിലിരിക്കുന്ന എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം എന്നില്ലല്ലോ. അതിനോട് പേഴ്സണലി ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മുഖാന്തരം അൻസിബ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രഖ്യാപിത വിലക്ക് അൻസിബയ്ക്ക് ഈ സ്ഥാനത്ത് നിന്നും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് അൻസിബ ഈ പറയുന്ന എതിരില്ലാതെ ജയിച്ചിവിടെ വന്നെങ്കിൽ നീ പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് തീരുമാനിക്കും എന്നുള്ളത്. ഇത് ഈ ശ്വേതാ മേനൻ അടങ്ങുന്ന പ്രസിഡന്റ് അറിയാതെ ഒന്നും നടപ്പിലാക്കിയ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ഇങ്ങനെ പേഴ്സണലി കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഒരു അമ്പലത്തിൽ നിന്നും സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശ്വേത, അതായത് ഈ കഴിഞ്ഞു പോയ ജനറൽ ബോഡി ഉണ്ടല്ലോ, 21-ാം തീയതി നടന്ന ജനറൽ ബോഡിക്ക് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ച സ്പോൺസർഷിപ്പാണത്. അങ്ങനെ 75 ലക്ഷം രൂപ ഒരു അമ്പലത്തിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം അവിടെ അറിയുന്നത്. അപ്പോൾ അൻസിബ അതിനെ എതിർക്കുകയാണ്. കാരണം അമ്മയുടെ ബൈലോ പ്രകാരം അമ്മ ഒരു ചാരിറ്റബിൾ സംഘടനയാണ്. ഇവർക്ക് ഇങ്ങനെ സ്പോൺസർഷിപ്പ് വാങ്ങിക്കുവാൻ അവരുടെ ബൈലോ പ്രകാരം നടപ്പാക്കുന്ന കാര്യമല്ല. ഇവർക്ക് ഡൊണേഷൻ ആണെങ്കിൽ സ്വീകരിക്കാം. കാരണം ഇവർക്ക് ഇത്രയും സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ചിലവഴിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുമൊക്കെ. അപ്പോൾ സ്പോൺസർഷിപ്പ് ഇത്രയും വലിയൊരു തുക എന്തിനാണ് സ്വീകരിക്കുന്നത്? അതിലുമുപരി മതപരമായ കാര്യങ്ങൾ എന്തിനാണ് ഈ സംഘടനയിൽ മിക്സ് ചെയ്യുന്നത്? ഇവിടെ മതം എന്നുള്ളൊരു കാര്യമൊന്നും ഇല്ലല്ലോ. ഇവിടെ ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘടനയാണ്. ഒരു മതത്തെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ മറ്റ് മതങ്ങളും കൂടി ഇതിലേക്ക് വരേണ്ടി വരില്ലേ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ അൻസിബ ഉന്നയിക്കുകയാണ്. അപ്പോൾ അൻസിബ എന്നുള്ള വ്യക്തി ഉന്നയിച്ച കാര്യമായിട്ടല്ല അവിടെ ഇരുന്ന ആളുകൾക്ക് തോന്നിയത്. അൻസിബ ഹസൻ എന്നുള്ളൊരു ഇസ്ലാം ഉന്നയിച്ചൊരു കാര്യമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ അൻസിബ ഒരു ഇസ്ലാം ആയതുകൊണ്ട് അൻസിബയ്ക്ക് ഈ അമ്പലത്തിനോടുള്ള എതിർപ്പ് കൊണ്ടാണെന്നുള്ള രീതിയിൽ ഇതിനെ വളച്ചൊടിക്കുന്നു. ചില മെമ്പേഴ്സിനോട് ഇവരിത് അറിയിക്കുകയാണ്. ഈ അമ്പലത്തിൽ ഉൾപ്പെടെ ഇവർ വിളിച്ച് പറയുന്നുണ്ട് അൻസിബ ഇസ്ലാം ആയതുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്ന്. പക്ഷെ അമ്പലത്തിലെ തന്നെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അൻസിബ ഹസൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൻസിബയ്ക്ക് അങ്ങനെ മതമുള്ള ഒരാളാണെങ്കിൽ അൻസിബ അമ്പലത്തിൽ പോവില്ല.
അമ്പലംകാർക്കും അത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഇതിൽ തന്നെയുള്ള ഒരു മെമ്പർ അൻസിബയെ പേഴ്സണലി വിളിച്ചിട്ട് നീ അമ്പലത്തിനൊക്കെ എതിർക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ ചോദിച്ചതായിട്ടൊക്കെ അൻസിബ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. അൻസിബയുടെ ഈ ഒരു ചോദ്യങ്ങളൊക്കെ അവഗണിച്ച് ശ്വേതാ മേനോന്റെ ഒരു ഈസി ഗ്രൂപ്പിൽ ഒരു പോൾ ഇടുകയാണ്. ഈ അമ്പലത്തിന്റെ സ്പോൺസർഷിപ്പ് നമ്മൾ സ്വീകരിക്കണോ വേണ്ടയോ, എസ് ഓർണോ. മിക്ക ആളുകളും എസ് എന്നാണ് പറഞ്ഞത്. ചില ആളുകൾ മാത്രം ഒന്നും പറഞ്ഞില്ല. അൻസിബ മാത്രമാണ് നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദിവസത്തിന് ശേഷം സന്തോഷ് കീഴാറ്റൂർ എന്ന് പറയുന്ന ആക്ടറും കൂടെ വന്നിട്ട് നോ പറയുകയുണ്ടായി. അപ്പൊ അൻസിബ ഉയർത്തിയ ശബ്ദം കേട്ടതുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ സംസാരിച്ചതെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ സംസാരിക്കാൻ ചാൻസ് ഉണ്ടാകുമെന്നൊക്കെയുള്ള രീതിയിൽ അൻസിബ അവിടെ വലിയൊരു രീതിയിലുള്ള വിപ്ലവം ഉണ്ടാക്കാനുള്ള സാധ്യത മുന്നിൽ വന്നപ്പോൾ തുടങ്ങി അൻസിബയോട് കടുത്ത വിദ്വേഷമാണ് ഈസിയിലുള്ള ഈ പറയുന്ന നേതൃനിരകൾക്ക് ഉണ്ടായിരുന്നത്, ഒരു ഗ്രൂപ്പിന് തന്നെ ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും പെട്ടെന്നൊരു ദിവസം അൻസിബയ്ക്ക് നേരെ കേസ് കൊടുക്കുകയാണ്. ലക്ഷ്മിപ്രിയയാണ് കേസ് കൊടുത്തത്. ലക്ഷ്മിപ്രിയയും ഈസിയിലെ മെമ്പറാണല്ലോ. എന്താണ് കേസ് എന്ന് പറഞ്ഞാൽ 1.5 മാസം മുമ്പ് അൻസിബ ഹസൻ ലക്ഷ്മിപ്രിയയ്ക്ക് അയച്ച മെസ്സേജിനെ ചൊല്ലി ലക്ഷ്മിപ്രിയയുടെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ കേസ് കൊടുക്കുന്നത്. ഈ കേസ് കൊടുക്കുന്നത് പ്ലാൻഡ് ആണെന്നുള്ളത് ഏകദേശം അൻസിബയ്ക്ക് മനസ്സിലാവുകയാണ്. കാരണം അൻസിബ മെസ്സേജ് അയച്ചു 1.5 മാസങ്ങൾക്ക് ശേഷം ഇത്തരത്തിലുള്ളൊരു കാര്യം ഇവിടെ ഉന്നയിച്ച് ഈ സന്ദർഭത്തിലാണ് കേസ് കൊടുക്കുന്നത്. അപ്പോൾ അൻസിബനെ അവിടെ വിളിച്ചു വരുത്തുന്നു. അൻസിബയ്ക്ക് നല്ല രീതിയിലുള്ള ഹരാസ്മെന്റ് ആണ് അവിടുന്ന് നേരിടേണ്ടി വന്നത്. വളരെ പാർഷ്യലായിട്ടാണ് പോലീസുകാർ പ്രവർത്തിച്ചതെന്നൊക്കെ അൻസിബ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയപ്പോൾ അൻസിബയ്ക്ക് ഏകദേശം മനസ്സിലായി ഇവരൊരു ഗ്രൂപ്പായിട്ട് അൻസിബനെ ഒറ്റപ്പെടുത്തുകയും മിണ്ടാതിരിക്കാനായിട്ട് ശാഠ്യ പിടിക്കുകയും അൻസിബയ്ക്കെതിരെ കേസ് കൊടുക്കുകയും അങ്ങനെ അൻസിബയെ പെടുത്താനാണ് നോക്കുന്നത്. അത് മാത്രമല്ല അൻസിബനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറെ അവിഹിത കഥകൾ അൻസിബയുടെ ഫാമിലിയിൽ തന്നെയുള്ളവരെ മുതിർന്ന നടന്മാരെയൊക്കെ ചേർത്ത് പറയുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ അൻസിബയ്ക്ക് നേരെ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവുന്ന എല്ലാ വിഷമങ്ങളും അൻസിബയ്ക്ക് ഉണ്ടായതിനെ തുടർന്ന് അൻസിബ ശ്വേതാ മേനോനോട് പറയുകയാണ് ലക്ഷ്മിപ്രിയ കള്ളക്കേസ് കൊടുത്തു, ഇതേപോലെ ഹരാസ്മെന്റ് നേരിട്ടു എന്ന് പറയുമ്പോൾ ശ്വേതാ മേനൻ അൻസിബയോട് സംസാരിക്കുന്നത് ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ്. അതായത് അമ്മയുടെ കാര്യമല്ല, നിങ്ങൾ തന്നെ പോയി നോക്കിക്കോളൂ എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോഴേക്കും ഏകദേശം അൻസിബയ്ക്ക് ഇത് മതിയായി. കാരണം ഈ സംഘടന അൻസിബയെ നശിപ്പിക്കാനാണ് തോന്നുന്നത് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം അൻസിബയ്ക്ക് വന്ന സാഹചര്യത്തിൽ അൻസിബ അവിടെ റെസിഗ്നേഷൻ മെയിൽ അയക്കുകയാണ്. ഈ റെസിഗ്നേഷൻ മെയിലിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുകയോ സംസാരിക്കുകയോ ഒന്നും ഉണ്ടാകുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിൽ അമ്മയിൽ തന്നെ 2 പിളർപ്പുകളുണ്ട്. കുക്കു പരമേശ്വരന്റെ ഗ്രൂപ്പ്, അതുപോലെ ശ്വേതാ മേനന്റെ ഗ്രൂപ്പ്, അങ്ങനെ 2 ഗ്രൂപ്പുകളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഇവരൊക്കെ ഒരുപോലെ നിന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ കുറച്ച് ആളുകൾ മാത്രം അൻസിബയെ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ രാജിവെച്ച് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിത് മടുത്തു എന്ന് അൻസിബ അവരെ അറിയിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആളുകൾ പറയുകയാണ് ഈ കഴിഞ്ഞു പോയ ജൂൺ 21 നടന്ന ജനറൽ ബോഡിയിൽ വന്നിട്ട് അൻസിബ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കണം. ഈ രീതിയിൽ അൻസിബയ്ക്ക് നേരെ ഉണ്ടായ നടപടികൾ ശരിയല്ലല്ലോ. അപ്പോൾ അൻസിബ ഇത് എന്തായാലും പ്രസന്റ് ചെയ്ത് മറ്റുള്ളവരെ അറിയിക്കണം, ന്യായം നേടണം എന്നൊക്കെ മറ്റുള്ളവർ അൻസിബയോട് പറയാണ്. കാലങ്ങൾ ഇതുവരെയുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ AMMയിൽ നിന്നും ആർക്കും ഒരു വിധത്തിലുള്ള ന്യായങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷെ അൻസിബ അതിന് വേണ്ടിയിട്ട് ശരി ഞാൻ നോക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോഴേക്കും ശ്വേതാ മേനനും വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമുള്ള ഒരു EC കൂടിയതിന് ശേഷം ശ്വേതാ മേനൻ ഫോണിൽ അൻസിബനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു അൻസിബ റെസിഗ്നേഷൻ ഇട്ടു അല്ലേ, ശരി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ഇട്ടിട്ടുള്ള ഒരു റെസിഗ്നേഷൻ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അൻസിബയ്ക്ക് അത് പേഴ്സണലി വിഷമമുണ്ട്. അതിനുശേഷം ശ്വേതാ മേനൻ ചോദിക്കുകയാണ് അൻസിബ ജനറൽ ബോഡിയിൽ വന്ന് സംസാരിക്കാനുള്ള പ്ലാനിലൊക്കെ ആണോ എന്നുള്ള ചോദിക്കണം. ആ ചോദ്യരീതി തന്നെ അൻസിബനെ കുറച്ചൊന്ന് പ്രകോപിക്കുന്ന രീതിയിലാണ്. അൻസിബ ഒന്നും അതിന് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റെസിഗ്നേഷൻ വാങ്ങിച്ചു, ഇനി അങ്ങ് പൊക്കോ, ഇതിലൊന്നും വരേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ശ്വേത അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇതൊന്നും ശരിയല്ല എന്നുള്ളത്. കാരണം ഈ പറയുന്ന ആളുകളുടെയൊക്കെ കയ്യിൽ നല്ല രീതിയിൽ PRകളുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അൻസിബയ്ക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്താനുള്ള ചാൻസിനെ പറ്റിയൊക്കെ അൻസിബ അറിയുന്നു. അൻസിബ സ്വന്തമായിട്ട് മുന്നിലേക്ക് വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ എനിക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടായി, ഞാൻ റെസിഗ്നേഷൻ ഇട്ടു, ഇതൊക്കെയാണ് വിഷയങ്ങളെന്ന് സംസാരിക്കുന്നു. ആ സാഹചര്യം മുതലാണ് നമ്മൾ ഓഡിയൻസൊക്കെ ഈ വിഷയത്തെ പറ്റി അറിയാൻ തുടങ്ങിയത്. അൻസിബയ്ക്ക് കൂടെ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അൻസിബ സ്വമേധയാ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലിലൊക്കെ വന്ന് എന്താണ് സംഭവിച്ചതെന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അൻസിബ സംസാരിച്ചത്. പ്രകോപിതരായിട്ടുള്ള മറ്റുള്ള കൂടെ ഉണ്ടായിരുന്ന EC മെമ്പേഴ്സൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത്, അവരുടെ കൂടെയുള്ളവർ പ്രതികരിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപക്വമായ രീതിയിലാണ് അവർക്ക് പെരുമാറിയത്. അൻസിബയ്ക്ക് ഒരു വാല്യൂ കൊടുക്കുന്ന രീതിയിലല്ല പലരും പെരുമാറിയത്. അതുകൊണ്ട് തന്നെ പൊതുജനം അൻസിബയുടെ ഒപ്പം കൂടി തന്നെയായിരുന്നു. ഒരു PRന്റെ ഭാഗമായിട്ടാണെന്നും എനിക്കത് തോന്നുന്നില്ല. അങ്ങനെ അൻസിബ കേസ് കൊടുക്കുന്നു, ലക്ഷ്മിപ്രിയ കേസ് കൊടുക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ അമ്മയിൽ നിന്നുള്ള ഒരു സ്റ്റാഫ് അതുല്യ വന്നിട്ട് പറയുകയാണ് ട്രഷററായ ഉണ്ണി ശിവപാലിന്റെ ഭാഗത്തു നിന്ന് വളരെ ക്രൂരമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായെന്നൊക്കെ പറയുന്നു. അതിനെ സ്വാധീനിക്കുന്ന രീതിയിൽ അവിടുത്തെ സെക്യൂരിറ്റിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. പല നാടകീയമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു.
എന്നാൽ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ശ്വേത മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത് ഉണ്ണി ശിവപാലൻ ഒരു ഷോർട്ട് ടേം ആയിട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളിനെ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം താൽക്കാലികമായി ഒളിച്ചോടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അൻസിബയുടെ രാജിയെ പറ്റി ചോദിക്കുമ്പോൾ രാജി സ്വീകരിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് ശ്വേത സംസാരിച്ചത്. അങ്ങനെ കാര്യങ്ങളൊക്കെ പോയതിനു ശേഷം ജനറൽ ബോഡി വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളും മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ അവലോകനം ചെയ്യുക, ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി ആളുകൾ അഭിപ്രായം പറയുക, സാമ്പത്തികപരമായിട്ടുള്ള കണക്കുകൾ, ഓരോ സാമ്പത്തിക വർഷത്തിലെയും കണക്കുകൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അജണ്ട. അതിലേക്ക് വരികയാണ്. ഈ സമയത്താണ് കാര്യങ്ങളൊക്കെ ശ്വേതാ മേനോന്റെ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നും പോകുന്നത്. നേരത്തെ പറഞ്ഞ മെഡിസിൻസ് പുറത്തുനിന്ന് എടുക്കുന്നു, മറ്റ് പല കമ്പനികളിൽ നിന്ന് എടുക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടും മറ്റ് പ്രവർത്തനങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എങ്ങോട്ട് പോയി എങ്ങനെ വന്നു എന്നുള്ള ഒരു പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓഡിറ്ററിന്റെ അടുത്തു നിന്നും ഇവർക്ക് ഈ കണക്കുകളൊന്നും കറക്റ്റ് അല്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് കിട്ടിയത്. അതിനിടയിൽ തന്നെ ഇവർ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു സ്റ്റാഫിന് സാലറി കൊടുക്കാത്തത് കൊണ്ട് അവർ രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ട്രഷററിനെ ഇവർ താൽക്കാലിക ലീവിലേക്ക് ബലമായി പിടിച്ചു മാറ്റി എന്നാണ് ട്രഷറർ വന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ ആയിട്ട് ഒരു ഓഡിറ്ററിന്റെ അടുത്ത് പോവുകയാണ്. ഓഡിറ്ററിന്റെ അടുത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത് കൃത്യമായ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ഇത് പഴുതുകളുള്ള കൃത്യമായ കണക്കല്ല എന്നുള്ള രീതിയിൽ ഓഡിറ്റർ റിപ്പോർട്ട് കൊടുത്തു. അദ്ദേഹം ഇതിൽ സൈൻ ചെയ്യുന്നില്ല, ഈ ഒരു റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ട്രഷറിനെ ലീവിലേക്ക് പറഞ്ഞു വിട്ടത് കൊണ്ട് തന്നെ ട്രഷററും ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല. 64 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് ഓഡിറ്ററിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വരുന്നത്. എന്നാൽ പോലും ഇത്രയും ബാലിശമായ ഈ റിപ്പോർട്ടിനെ വെച്ചിട്ട് ഒട്ടും സ്ട്രക്ചേർഡ് അല്ലാത്ത, പ്രൊഫഷണൽ അല്ലാത്ത ഈ കണക്കുകളൊക്കെ ആയിട്ട് ശ്വേതാ മേനോനും ഗ്യാങ്ങും ഈ ജനറൽ ബോഡിയെ റെപ്രസെന്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് 21-ാം തീയതി എത്തുകയാണ്. ഈ റിപ്പോർട്ട് വരുമ്പോൾ തന്നെ ഒരു കോപ്പി സാധാരണ അംഗങ്ങളുടെയൊക്കെ ഇടയിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരു പ്രൊസീജിയറൊക്കെ ഉണ്ടല്ലോ. ഈ റിപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് വരികയാണ്. അതായത് ഒരു സ്ട്രക്ചറിൽ പോലും അല്ല ഈ റിപ്പോർട്ട് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ആളുകൾക്ക് ചോദ്യങ്ങൾ വന്നു, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യം വരികയാണ്. എന്നിരുന്നാൽ പോലെ എല്ലാവരും വന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവിടെ നടക്കുന്ന സാഹചര്യത്തിൽ അധ്യക്ഷ പ്രസംഗം ശ്വേതാ മേനോന്റെ ഭാഗത്തു നിന്ന് തന്നെയാണല്ലോ പ്രസന്റ് ചെയ്യേണ്ടത്. ഈ സമയത്ത് ഒരു അധ്യക്ഷ പ്രസംഗം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, അതിനൊരു പ്രോപ്പർ സ്ട്രക്ചറൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ശ്വേത അവിടെ സംസാരിച്ച ചില ഓഫർ എന്നുള്ള രീതിയിലായിരുന്നു. അതായത് വന്നിരിക്കുന്ന അംഗങ്ങളെ ഒന്ന് ചെറുതായിട്ട് കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യമായിരുന്നു. അടുത്ത ജനറൽ ബോഡി ഇവരുടെ തായ്ലൻഡിൽ വെച്ച്, ബാങ്കോങ്ങിൽ വെച്ചാണ് നടത്തുക. 4 ദിവസം ഈ പാവങ്ങളായ എല്ലാവരെയും തായ്ലൻഡിലേക്ക് കൊണ്ടുപോകാമെന്നും 5000 രൂപ മാസം കിട്ടുന്ന കൈനീട്ടത്തിന് 6500 രൂപ 1500 കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാമെന്നും 50 ലക്ഷം രൂപ പുറത്തു നിന്ന് വകയിരുത്തി അമ്മയുടെ പ്രവർത്തനങ്ങളിലേക്ക് ശ്വേത കൊണ്ടുവരുമെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയല്ല ഒരു അധ്യക്ഷ പ്രസംഗം സംസാരിക്കേണ്ടത്. അപ്പം തന്നെ ബോധമുള്ള ചില ആളുകൾക്ക് ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളില്ലേ എന്നൊക്കെ തോന്നി. അതിനുശേഷം കണക്കുകൾ അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ കണക്കുകളിൽ വലിയ രീതിയിലുള്ള, അതായത് 64 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുണ്ടെന്നുള്ളത് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ശ്വേതയോട് അവിടെയുള്ള ആളുകൾ ചോദ്യം ഉന്നയിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ സാമ്പത്തിക ക്രമക്കേട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്വേത പറഞ്ഞ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഷറർ രാജിവെച്ച് പോയി എന്നുള്ളതാണ്. ട്രഷറർ പറയുന്നത് ട്രഷറർ രാജിവെച്ച് പോയതല്ല, ശ്വേത നിർബന്ധിച്ച് ട്രഷററെ മാറ്റിവെച്ചതാണെന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ശ്വേതയുടെ വാദം പൊളിയുകയാണ്. പിന്നീട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ 64 ലക്ഷം രൂപ എന്ന് പറയുന്നത് ശ്വേതയുടെ കാലഘട്ടത്തിൽ, അതായത് ഈ സെപ്റ്റംബർ തുടങ്ങി ഈ പറയുന്ന മാസം വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന കണക്കുകളല്ല. ഇതിനു മുമ്പ് ബാബുരാജും സിദ്ദിഖും ഉൾപ്പെടെയുള്ള അഡ്ഹോക് കമ്മിറ്റി ഇരുന്ന കാലഘട്ടത്തിൽ അവർ നടത്തിയ സാമ്പത്തിക തിരിമറികളുടെ കണക്കുകളാണ് എന്ന് ശ്വേത അവകാശപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ബാബുരാജ് എണീറ്റ് നിന്ന് ചോദിക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഓഡിറ്ററിന്റെ അടുത്ത് നിന്ന് ഈ സാമ്പത്തിക ക്രമക്കേടുകളുള്ള റിപ്പോർട്ട് കൈപ്പറ്റുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ കമ്മിറ്റി ഇരുന്നപ്പോഴാണ് ഇത് ഉണ്ടായതെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്ത് ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം ആയിരുന്നില്ലേ ഈ റിപ്പോർട്ട് പ്രസന്റ് ചെയ്തേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശ്വേതയ്ക്ക് അവിടെ ഉത്തരമില്ല. കാരണം ഇത് ശ്വേതയ്ക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ ഉറപ്പായും ഈ റെസ്പോൺസിബിലിറ്റി അവരുടെ കൂടെയാണല്ലേ. അപ്പോൾ അവരെയും കൂടെ വിളിച്ചിട്ട് സംസാരിക്കേണ്ടതായിരുന്നു. ഈ കാര്യത്തെ പറ്റി ചോദിച്ചപ്പോൾ ശ്വേതയ്ക്കും ഗ്യാങ്ങിനും ഉത്തരം ഉണ്ടായിരുന്നില്ല. ഈ ഓരോ ജനറൽ ബോഡിയിലും കണക്കുകൾ കൃത്യമായി അപ്പോൾ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിന് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും സ്വമേധയാ രാജിവെച്ച് മാറി നിൽക്കുക, പുതിയ അഡ്ഹോക് കമ്മിറ്റി നിലവിലേക്ക് വരിക, അതിനുശേഷം അടുത്ത ഇലക്ഷൻ നടത്തി ഈ പറയുന്ന അലിഗേഷൻ ഉള്ള ആർക്കും തന്നെ അടുത്ത ഇലക്ഷന് നിൽക്കാൻ പറ്റില്ല, പുതിയ ആളുകളായിരിക്കണം നിൽക്കേണ്ടത്. അതായത് ശ്വേതയ്ക്ക് ഇനി ഒരു സാധാരണ മെമ്പറായിട്ട് അമ്മയെ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യം വരികയാണ്. ഉറപ്പായിട്ടും ശ്വേതയുടെ ഈഗോനെ അത് വല്ലാതെ ട്രിഗർ ചെയ്തിട്ടുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളെ ഒന്നും കൃത്യമായ മെമ്പേഴ്സിനെ അറിയിക്കാത്തതുകൊണ്ടും ഈ ചേരി തിരിഞ്ഞുള്ള വഴക്കുകളും മാധ്യമങ്ങളിൽ നിന്നുള്ള ചെളിവാരകളും ഒക്കെ അമിതമായതുകൊണ്ട്
കുറേ മെമ്പേഴ്സ് ഇടപെട്ട് അവിടെ ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അത് 230-ലധികം പേർ ഒപ്പുവെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും പേർ ഒപ്പുവെച്ചിട്ടുള്ള ഈ അവിശ്വാസ പ്രമേയം അവിടെ പാസ്സാക്കിയാൽ തന്നെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിന് മാറി നിൽക്കേണ്ടി വരും. പിന്നെയും ഇവർക്കൊരു സാധാരണ മെമ്പറായിട്ട് തുടരേണ്ടി വരും. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാനുള്ള യാതൊരു ഓപ്ഷനും ശ്വേതയ്ക്ക് ഉണ്ടാവില്ല എന്നുള്ളത് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. അപ്പോഴും കണക്കുകൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് അംഗങ്ങൾ പറയാത്തൊരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഈ പറയുന്ന ജനറൽ ബോഡിയുടെ ലഞ്ച് ടൈം ആയിരുന്നു. ലഞ്ച് ടൈമിന് ശേഷം അൻസിബ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ പറഞ്ഞ സമയം അൻസിബയ്ക്ക് കിട്ടിയത്. 22 മിനിറ്റ് നീളുന്ന സമയത്ത് അൻസിബയ്ക്കുണ്ടായ ഈ കണ്ട അനുഭവങ്ങളെല്ലാം പ്രൂഫും കാര്യങ്ങളും ഈ പറയുന്ന മെസ്സേജുകളും ഒക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ വെച്ച് തന്നെയാണ് അൻസിബ സംസാരിച്ചത്. കേട്ടിരുന്ന സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മെമ്പേഴ്സിനും ഇത് വളരെ പേഴ്സണലായിട്ട് തന്നെ ഒരു വല്ലാത്ത വിഷമം ഉണ്ടാക്കി. അവരെല്ലാവരും പലർക്കും വിഷമം ഉണ്ടായി. കാരണം അൻസിബയുടെ നേരെ എന്തിനാണ് ഇവരിങ്ങനെ പ്രവർത്തിച്ചതെന്നുള്ള ചോദ്യമാണ് ഉണ്ടായിരുന്നത്. അൻസിബ പറഞ്ഞതിനെ എല്ലാവരും പൂർണ്ണമായിട്ട് സ്വീകരിച്ചു. ഇങ്ങനെയുള്ളൊരു ഈസിക്ക് ഇനി ഇവിടെ ഭരിക്കാൻ യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ല എന്നുള്ളത് അവിടെ ഇരുന്ന അംഗങ്ങൾക്കും ബോധ്യപ്പെട്ടു. ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെന്നിരിക്കെ ഈ സ്ഥാനങ്ങളിലേക്കൊന്നും ഇനി ഇലക്ഷന് നിൽക്കാനും പറ്റില്ല. സാധാരണ മെമ്പറായിട്ട് മുന്നിലേക്ക് തുടരണം എന്നുള്ള സാഹചര്യത്തിൽ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും എംഎയിൽ നിന്നുള്ള പ്രാഥമിക അംഗത്വം കൂടെ വെടിയുകയാണെന്ന് അറിയിക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് രാജിവെക്കുന്നു. അതായത് ഇനി ഞങ്ങൾക്ക് ഒരു സാധാരണ അംഗമായിട്ടും കൂടിയും അമ്മയിൽ തുടരാൻ താല്പര്യമില്ല. ഇത് വളരെ പേഴ്സണലായിട്ട് എടുത്തതിന് ശേഷം അവർ രാജിവെച്ച് പുറത്ത് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ദിലീപിന്റെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെ വേറൊരു രീതിയിലേക്ക് വഴിതിരിക്കുന്ന രീതിയിലുള്ള സംഭാഷണവുമാണ് ശ്വേത പറഞ്ഞത്. ശ്വേത പറഞ്ഞതിന് എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള റീസൺസോ തെളിവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്വേതയ്ക്ക് അത് നികത്താവുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ സിനാരിയിൽ ഒന്നും തന്നെ ദിലീപിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടല്ല, ശ്വേതയുടെയും ടീമിന്റെയും കഴിവുകേടും കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഓവറായിട്ടുള്ള കോൺഫിഡൻസ് കൊണ്ടുമാണ് അവർക്ക് ഈ ഒരു അവസ്ഥ വന്നത്. അൻസിബ ഹസന് പാർഷ്യലായ നീതി ലഭിച്ചു എന്നാണ് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് MMA ജനറൽ ബോഡി മീറ്റിംഗിന് ഈ കഴിഞ്ഞ 21-ാം തീയതിയിൽ നടന്ന സംഭവങ്ങൾ. ഈ വിഷയത്തെപ്പറ്റി പലർക്കും അറിയാൻ താല്പര്യമുണ്ട്, താല്പര്യമില്ലാത്തവരും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രമായിരിക്കും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.